അദ്ദേഹം പറഞ്ഞത് ഗാന്ധിവധത്തെ തുടർന്ന് ഗാന്ധിവധത്തിൽ പങ്കിട്ടെന്നുള്ള സംശയത്തിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രിയും ആയിരിക്കുന്ന സമയത്ത് RSSനെ നിരോധിച്ചിട്ടുണ്ട് ഇല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. 1948 ജനുവരി 30 ഗാന്ധിവധം നടക്കുന്നത്. 1948 ഫെബ്രുവരി 4 ഗാന്ധിവധവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ RSS നിരോധിക്കപ്പെടുന്നു. കൃത്യം ഒരു വർഷത്തിന് ശേഷം അന്വേഷണം പൂർത്തിയായിട്ടുള്ള ഘട്ടത്തിൽ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ മുഴുവൻ പുറത്തു വന്ന ഘട്ടത്തിൽ RSSന് ഈ പറയുന്ന കൃത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 1949 ജൂലൈ 11 കൃത്യം ഒരു വർഷത്തിന് ശേഷം RSSന്റെ നിരോധനം ഇതേ ജവഹർലാൽ നെഹ്റുവും ഇതേ സർദാർ വല്ലഭായ് പട്ടേലും അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അതിനുശേഷം 1963 ഇതേ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ജനുവരി 26 1963 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSന്റെ ഗണവേഷത്തിൽ പരേഡ് നടത്താൻ അനുവദിച്ചിട്ടുണ്ട്. ആ ചിത്രം വെച്ചുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 100 വർഷം തികയുന്ന ഘട്ടത്തിൽ RSSന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. 63 പരേഡിന്റെ ചിത്രമാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള എന്റെ ചോദ്യം, 1948 RSSനെ നിരോധിച്ചത് ഗാന്ധിവധവുമായി ബന്ധമുള്ളതിന്റെ പേരിലാണെങ്കിൽ 1949 ജൂലൈയിൽ RSS നിരോധനം ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും പിൻവലിച്ചത് എന്തിനാണ്? ഗാന്ധിവാദത്തിൽ പങ്കിട്ടെങ്കിലും കുഴപ്പമില്ല, അവരോട് ക്ഷമിക്കാം എന്ന് ജവഹർലാൽ നെഹ്റു തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഗാന്ധിവാദത്തിൽ പങ്കുള്ള ഒരു സംഘടനയാണോ പിന്നീട് റിപ്പബ്ലിക് ഡേ പരേഡിൽ ഗണവേഷത്തിൽ പങ്കെടുക്കാൻ ജവഹർലാൽ നെഹ്റു അനുവദിച്ചത്? RSSും നെഹ്റുവും തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടായിരുന്നു ഗാന്ധിവാദത്തിന്റെ കാര്യത്തിൽ? അങ്ങനെ ഉത്തരം പറഞ്ഞു. നോക്കൂ ശംഖുദാസ്, താങ്കളെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. എനിക്ക് അക്കാര്യത്തിൽ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. RSS താങ്കൾ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും, താങ്കൾ എത്ര കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ചാലും വർഗീയ വിഷം ആടിക്കത്തിക്കുന്ന ഒരു സംവിധാനമായി RSS ഇന്ത്യയിൽ നിലനിന്ന് കഴിഞ്ഞു. ഇവിടെ താങ്കൾ പറയുന്നത് എന്റെ ചോദ്യം എന്റെ കേക്ക് നിങ്ങള് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശംഖു പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നത്, ശംഖു പറഞ്ഞതെല്ലാം ഞാൻ ന്യായീകരിച്ചു എന്നല്ല. ശംഖുവിന് വെപ്രാളപ്പെടും. കാരണം ശംഖുവിന് വെപ്രാളപ്പെടും. ശംഖു, ഞാനൊരു കാര്യം പറയാം. ശംഖു ടി ദാസ്, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. താങ്കൾ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ പിൻവലിച്ചത് ഞങ്ങൾക്ക് ജനാധിപത്യ ബോധമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളത് പിൻവലിച്ചത്. എന്താ ജനാധിപത്യ ബോധം? നിങ്ങൾക്കില്ലാത്ത വർഗീയ ഫാസിസം, നിങ്ങൾക്കില്ലാത്ത അന്ധമായ ഫാസിസം, ആ ഫാസിസ്റ്റ് നിലപാട് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിൻവലിച്ചത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം RSS എല്ലാത്തിനും അപ്പുറമായി RSS വലിയ നല്ല പാർട്ടിയാണ് എന്നുള്ള ചിന്തയില്ല. നിങ്ങൾ പറയുന്നു 63 ഞങ്ങൾ ഭരിക്കുമ്പോ റിപ്പബ്ലിക് ഒരു മിനിറ്റ് ഞങ്ങൾ പറയാം. 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ നിങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. വാജ്പേയി ഇന്ത്യയിൽ 10 വർഷം ഭരിച്ചല്ലോ. എന്തേ അതിനുശേഷം RSS അതിൽ പങ്കെടുക്കാതിരുന്നത്? ഇപ്പോ 10 വർഷം കഴിഞ്ഞ് എത്ര വർഷമായി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട്? BJPയുടെ ഭരണം നരേന്ദ്രമോദി തന്നെ 3ാമത്തെ ടേമാണ് എന്ന് പറഞ്ഞാൽ 12 വർഷത്തോളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 12 വർഷമായിട്ടും ഇതുവരെയും റിപ്പബ്ലിക് ദിന പരേഡിൽ ആയുധങ്ങളുമായി വെച്ചുപോകാൻ എന്തേ തടസ്സമുണ്ടായിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം RSS വർഗീയ അജണ്ടയുള്ള പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ അവരെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ ബോധ്യമല്ല. 63 നിങ്ങൾ ചെയ്തുവെങ്കിൽ, 63 നിങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ എന്തേ നമ്മുടെ 10 വർഷക്കാലം വാജ്പേയി ഉണ്ടപ്പോ ചെയ്യാതിരുന്നത്? ഇപ്പൊ 3ാമത്തെ ടൈമിൽ അധികാരത്തിൽ വരുമ്പോ നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ കഴിയാതിരുന്നത്? RSSന് എത്ര കഴുകിയാലും വർഗീയമായ ഫാസിസം അത് നിലനിർത്തുന്ന ഒരു സംഘടന എന്നത് കഴുകി വെളുപ്പിക്കാൻ ശംഖുവിനെന്നല്ല, അത് അനിൽ നമ്പ്യാർക്ക് പോലും സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ, എന്തൊരു അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അങ്ങ് വസ്തുതകൾ പരിശോധിക്കണം. 1965 റിപ്പബ്ലിക് ഡേ പരേഡ് പ്രോട്ടോകോളിൽ മാറ്റം വന്നു. അന്നത്തെ ഗവൺമെന്റ് അത് അമെൻഡ് ചെയ്തു. അതിനുശേഷം സ്വകാര്യ സംഘടനകൾക്ക് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു. സൈനികർക്കോ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കോ ശംഖുദാസ് തിരിച്ചു ചെയ്യാലോ.
നിങ്ങള് ഒറ്റ മിനിറ്റ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ തിരിച്ചെഴുതി. നിങ്ങൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് പോലും നിങ്ങൾ തിരിച്ചെഴുതിയല്ലോ. നിയമം കൊണ്ടുവന്നില്ലേ? നിങ്ങൾ എന്തിനാണ് നിയമം കൊണ്ടുവരാത്തത്? നിങ്ങൾക്ക് താല്പര്യമുള്ളതിലെല്ലാം നിങ്ങൾ നിയമം കൊണ്ടുവന്നില്ലേ? ഇപ്പോ ഒരു പ്രോട്ടോകോള്, ഇന്ത്യയുടെ പൗരത്വ ഭേദഗതി ബില്ല് നിങ്ങൾ നിയമം കൊണ്ടുവന്നില്ലേ? ഇന്ത്യയുടെ നിരവധികളായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിങ്ങൾ നിയമം കൊണ്ടുവന്നില്ലേ? ഇപ്പോ അതൊന്നും നിയമം കൊണ്ടുവരാൻ നിങ്ങൾക്ക് തടസ്സമല്ലല്ലോ. നിങ്ങൾക്കറിയാം ഇത് വർഗീയ ഫാസിസം കളിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന്. നിങ്ങളെ നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വാദം നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യമുള്ള അദ്ദേഹം കുറച്ച് തണുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തന്നെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അതായത് അടൽ ബിഹാരി വാജ്പേയി നയിച്ചിട്ടുള്ള BJP സർക്കാർ പോലും റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുപ്പിക്കാൻ കൂട്ടാക്കാത്ത വർഗീയ ഫാസിസ്റ്റ് സംഘടനയെയാണ് 1963 ഞങ്ങളുടെ ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുപ്പിച്ചത്. പിന്നീട് അത് ചെയ്യാൻ നിങ്ങൾക്ക് പോലും ധൈര്യം വന്നിട്ടില്ല. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വാദം എന്താ? ഗാന്ധിവധത്തിൽ RSSന് പങ്കുണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ല ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ട് ഗാന്ധിവധം ഞങ്ങൾ ക്ഷമിച്ചു, ഗാന്ധിവധം നടത്തിയിട്ടുള്ള RSSന്റെ നിരീക്ഷണത്തെ പിൻവലിച്ചു. ഇത് വല്ലാത്തൊരു ജനാധിപത്യ ബോധമാണ്. കൊലപാതക കേസൊക്കെ ക്ഷമിക്കുക, രാഷ്ട്രപിതാവിനെ കൊന്ന കാര്യം മറന്നു കളയുക. അങ്ങനല്ല ശംഖു അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് തിരുത്തി പറയാൻ ശംഖു ആളല്ല. ശംഖു ഒരു വ്യാഖ്യാനിക്കാം, പക്ഷെ എന്റെ ചെലവിൽ വേണ്ട. ശംഖു എന്റെ ചെലവിൽ വേണ്ട. നിങ്ങള് അന്വേഷണ കമ്മീഷനിൽ താങ്കളുടെ RSSന് അനുകൂലമായി അല്ലെങ്കിൽ എതിരായ ഒരു ഫൈൻഡിങ്സ് വരാത്തത് കൊണ്ട് അതിന്റെ ജനാധിപത്യവാദമാണ്. നിങ്ങളെപ്പോലെ നിങ്ങളത് വളച്ചൊടിച്ച് എന്റെ ശംഖുവിന് പറയാനുള്ളത് ശംഖു പറഞ്ഞു. എന്റെ ചെലവിൽ വേണ്ട. നിങ്ങളുടെ സർക്കാർ റിപ്പോർട്ട് കൊടുത്ത് നിങ്ങളുടെ സർക്കാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അന്വേഷണ കമ്മീഷൻ നിങ്ങളുടെ ഭരണകാലത്ത് അന്വേഷണം നടത്തിയിട്ട് നിങ്ങളുടെ സർക്കാരിന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ RSSനെതിരെ ഒരു പരാമർശവും ഇല്ലെങ്കിൽ RSSന് ഗാന്ധിവധത്തിൽ പങ്കില്ലാന്നല്ലേ അർത്ഥം. പിന്നെ നിങ്ങൾ കിടന്ന് കാണിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളാണോ ഭരിച്ചിരുന്നത് 48-ല്? നിങ്ങളുടെ സർക്കാരല്ലേ? അന്വേഷണ ഏജൻസിയെ ഞങ്ങൾ സ്വാധീനിച്ചതാണോ? ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതിച്ചാണോ?